ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ എന്നാൽ പലർക്കും കൺഫ്യൂഷനുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ്. അഫർമേഷൻസ് എങ്ങനെ കറക്റ്റായിട്ട് ചെയ്യാം. നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിവുള്ള ഒന്നാണ് അഫർമേഷൻസ്. അതായത് നമ്മൾ നമ്മളോട് തന്നെ പറയുന്ന പോസിറ്റീവായ വാക്കുകളും പ്രസ്താവനകളും. ഇതൊക്കെ വെറും വാചകങ്ങളല്ലേ, ഇതുകൊണ്ട് എന്ത് കാര്യം എന്ന് ചിന്തിക്കുന്നവരുണ്ടാകാം. എന്നാൽ ഇത് ശരിയായ രീതിയിൽ ചെയ്താൽ മാജിക് പോലെ നമ്മുടെ ജീവിതം മാറുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും. നിങ്ങൾ ഒരുപാട് അഫർമേഷൻസ് വീഡിയോ കണ്ടിട്ടുണ്ടാവാം. ഐ ആം റിച്ച്, ഐ ആം ഹെൽത്തി എന്നൊക്കെ പറഞ്ഞ് റിപ്പീറ്റ് ചെയ്യുന്നതിനെയാണല്ലോ നമ്മൾ അഫർമേഷൻ എന്ന് പറയുന്നത്. പക്ഷേ പലപ്പോഴും നമ്മളിത് പറയുമ്പോൾ എനിക്കിത് ഫീൽ ചെയ്യുന്നില്ലല്ലോ എന്ന് ചിന്തിച്ച് വിഷമിക്കാറുണ്ട്. ആ ചലഞ്ച് എങ്ങനെ മാറ്റാം? അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ചോദ്യം ഇതാണ്: ശരിയായ രീതിയിൽ അഫർമേഷൻസ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? നമ്മൾ അഫർമേഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ ലക്ഷ്യം എന്തായിരിക്കണമെന്ന് ആദ്യം മനസ്സിലാക്കണം. അതായത് നിങ്ങൾ അഫർമേഷൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ മെയിൻ ഗോൾ എന്തായിരിക്കണമെന്ന് ഓർക്കണം. വെറും കുറച്ച് വാക്കുകൾ ഉരുവിടുക എന്നതിലല്ല കാര്യം. നമ്മുടെ ലക്ഷ്യം നമ്മൾ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ അനുഭവിക്കുക എന്നതാണ്. അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സിനെ എത്തിക്കുക. നമ്മൾ പറയുന്ന കാര്യങ്ങൾ 100% വിശ്വസിക്കുക. പക്ഷേ ഇവിടെയാണ് ചോദ്യം വരുന്നത്. പറയുമ്പോൾ തന്നെ എനിക്കത് ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ഞാൻ ധനവാനാണ് എന്ന് പറയുമ്പോൾ ആ ധനവാൻ എന്ന അവസ്ഥയുടെ സന്തോഷവും സംതൃപ്തിയും നമ്മുടെ മനസ്സിൽ അനുഭവിക്കാൻ കഴിയണം. അപ്പോഴാണ് അഫർമേഷനുകൾക്ക് ശക്തി ലഭിക്കുന്നത്. ഇവിടെയാണ് പലർക്കും തെറ്റുപറ്റുന്നത്. ഞാൻ ധനവാനാണെന്ന് പറഞ്ഞ ഉടനെ നിങ്ങൾക്കത് ഫീൽ ചെയ്തില്ലെങ്കിലോ? വിഷമിക്കേണ്ട, അത് തികച്ചും സാധാരണമാണ്. ഇതിനെ നമുക്ക് ഒരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കാം. നിങ്ങൾ അഫേം ചെയ്യുകയാണ് ഐ ആം റിച്ച്. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ ഒരു ശബ്ദം, നിന്റെ അക്കൗണ്ട് ബാലൻസ് എത്രയാണെന്ന് എനിക്കറിയാം. ഇതാണ് റെസിസ്റ്റൻസ്. ഈ റെസിസ്റ്റൻസ് ഉള്ളിടത്തോളം കാലം നിങ്ങളുടെ വാക്കുകൾ വെറും ശബ്ദം മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് ഒരു ദിവസം കൊണ്ട് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇതൊരു പ്രാക്ടീസാണ്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് പറയുക എന്നതാണ്. നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ പോലും നിങ്ങൾ ആ പോസിറ്റീവ് അഫർമേഷൻ പറയുക. ഇവിടെ നമ്മൾ മൈൻഡിന് പുതിയൊരു ഐഡിയ കൊടുക്കുകയാണ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് വിശ്വസിക്കുന്നത് വരെ പറയുക. ഒരു മാസ് ഡയലോഗ് പോലെ നിങ്ങളിത് ആവർത്തിച്ച് പറയുമ്പോൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ വാതിൽ പതിയെ തുറക്കും. ഒരു സുപ്രഭാതത്തിൽ ഓഹോ, ഇതൊരു പക്ഷെ സത്യമായിരിക്കാം എന്ന് നിങ്ങളുടെ മൈൻഡ് ചിന്തിക്കാൻ തുടങ്ങും. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് ഫീൽ ചെയ്ത് പറയുക. ഒടുവിൽ നിങ്ങളുടെ ശരീരഭാഷയിലും എനർജിയിലും ആ പോസിറ്റീവ് വൈബ് വരും. അപ്പോൾ നിങ്ങൾ പറയുന്നത് വെറും വാക്കുകളല്ല, റിയാലിറ്റിയാണ്. ഒരു സൈക്കിൾ നിങ്ങൾ മനസ്സിലാക്കണം. വിശ്വാസം വരും വരെ പറയുക, വിശ്വാസം വന്നാലും പറയുക. അപ്പോഴാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന യാഥാർത്ഥ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെടുക. ഇനി വാക്കുകൾ എങ്ങനെ തിരഞ്ഞെടുക്കണം? നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾ എങ്ങനെ ആയിരിക്കണം എന്നതിന് ചില ബേസിക് റൂൾസ് ഉണ്ട് കേട്ടോ. ഇത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളുടെ അഫർമേഷൻ നേരെ ഓപ്പോസിറ്റ് റിസൾട്ട് നൽകും. അപ്പോൾ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ: ഒന്നാമത്തേത് നെഗറ്റീവ് വാക്കുകൾ. ഞാൻ പ്രോബ്ലം ഇല്ലാത്തവനാണ്, എനിക്ക് കടബാധ്യതയില്ല, എനിക്കിനി രോഗങ്ങൾ വരില്ല. ഇങ്ങനെ ഇല്ല അല്ല എന്ന വാക്കുകൾ പരമാവധി ഒഴിവാക്കുക. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് ഇല്ല അല്ല എന്ന വാക്കുകൾ പെട്ടെന്ന് പ്രോസസ്സ് ചെയ്യാൻ കഴിയില്ല. അവിടെ രോഗം, പ്രോബ്ലം, കടബാധ്യത എന്ന വാക്ക് മാത്രമായിരിക്കും ഫോക്കസ് ചെയ്യുക. അതുകൊണ്ട് എപ്പോഴും പോസിറ്റീവായ വാക്കുകൾ മാത്രം ഉപയോഗിക്കുക. ഉദാഹരണത്തിന്, ഞാൻ സന്തോഷവാനാണ്, എൻ്റെ ആരോഗ്യം വളരെ മികച്ചതാണ്, ഞാൻ സാമ്പത്തികമായി ഫ്രീ ആണ്, അങ്ങനെ. ഇനി രണ്ടാമത്തെ കാര്യം പ്രസൻറ്റ് ടെൻസ്. അതായത് എനിക്ക് പണം കിട്ടും, ഞാൻ ഹെൽത്തി ആകും. നിങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡ് ചിന്തിക്കുന്നത് ഇത് ഫ്യൂച്ചറിൽ സംഭവിക്കേണ്ട കാര്യമാണ് എന്നാണ്. അപ്പോൾ അത് ഇന്നത്തെ റിയാലിറ്റി അല്ല. അതായത് ഒരു കാലത്ത് എനിക്ക് പണം ഉണ്ടാകുമെന്നോ ഞാനിത് നേടാൻ പോവുകയാണോ എന്ന ഫ്യൂച്ചർ ടെൻസിൽ ഒരിക്കലും പറയരുത്. കാരണം നിങ്ങൾ എപ്പോഴും ആ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലായിരിക്കും. അതൊരിക്കലും നിങ്ങളുടെ യാഥാർത്ഥ്യമായിട്ട് മാറില്ല. അപ്പോൾ അഫർമേഷൻസ് എപ്പോഴും വർത്തമാനകാലത്തിൽ, അതായത് പ്രസന്റ് ടെൻസിലായിരിക്കണം. അപ്പോൾ ഒന്നാമത്തെ കാര്യം പോസിറ്റീവ് ആയിരിക്കണം.
രണ്ടാമത്തേത് പ്രസന്റ് ടെൻസ് ആയിരിക്കണം. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഇപ്പോൾ സംഭവിച്ചു കഴിഞ്ഞു എന്ന മട്ടിൽ. ഞാൻ സന്തോഷവാനാണ്, ഞാൻ ആരോഗ്യവാനാണ്, എനിക്ക് ധാരാളം പണമുണ്ട്, എനിക്ക് നല്ല ജോലിയുണ്ട്, അങ്ങനെ. ഇനി ചില സമയങ്ങളിൽ നിങ്ങൾ അഫർമേഷൻസ് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്നൊരു റെസിസ്റ്റൻസ് വരികയാണെങ്കിൽ, അതായത് ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, വെറുതെ പറയുകയാണ് എന്നൊരു ചിന്ത വരും. ആ ടൈമിൽ അങ്ങനെ വന്നാൽ ഉടനെ തന്നെ അഫർമേഷൻസ് പറയുന്നത് നിർത്തുക. ഒരു നിമിഷം കണ്ണുകൾ അടയ്ക്കുക, ശാന്തമായി ഒരു ദീർഘശ്വാസം എടുക്കുക. എന്നിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു അവസ്ഥ മനസ്സിൽ അനുഭവിക്കാൻ ശ്രമിക്കുക. ആ ഒരു സന്തോഷവും സമാധാനവും കണ്ടെത്തുക. അതിനുശേഷം പതിയെ വളരെ സാവധാനം മനസ്സിലാക്കി വീണ്ടും അഫർമേഷൻസ് പറയാൻ തുടങ്ങാം. ഇനി എപ്പോഴാണിത് ചെയ്യേണ്ടത്? അഫർമേഷൻസിന് പ്രത്യേക സമയമൊന്നും ആവശ്യമില്ല. എങ്കിലും നമ്മുടെ മനസ്സ് ഏറ്റവും കൂടുതൽ കാര്യം ഉൾക്കൊള്ളുന്ന ചില സമയങ്ങളുണ്ട്. അതിലൊന്നാമത്തേതാണ് രാവിലെ ഉറക്കം ഉണരുമ്പോൾ. നിങ്ങൾ ഉറക്കത്തിൽ നിന്ന് പതിയെ ഉണർന്നു വരുന്ന ആ ഒരു അവസ്ഥയില്ലേ, ആ ഒരു സമയത്ത്. അതാണ് ഏറ്റവും മികച്ച സമയം. അതുപോലെ തന്നെയാണ് രാത്രി ഉറങ്ങുന്നതിന് തൊട്ട് മുൻപ്, നമ്മൾ പൂർണ്ണമായും ഉറക്കത്തിലേക്ക് വീഴുന്നതിന് തൊട്ട് മുമ്പുള്ള ആ നിമിഷം. ഈ സമയങ്ങളിൽ പതിയെ മനസ്സിലാക്കി കണ്ണടച്ച് ആ ഒരു ഫീലിങ്ങോടെ അഫർമേഷൻസ് പറയുന്നത് വളരെ ഫലം ചെയ്യും. എന്നാൽ ഈ സമയങ്ങളിൽ മാത്രമേ ചെയ്യാവൂ എന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. കണ്ണാടിയിൽ നോക്കുമ്പോൾ സ്വയം ചിരിച്ച് നിങ്ങളുടെ കണ്ണുകളിൽ നോക്കി സംസാരിക്കുന്നത് ആത്മവിശ്വാസം കൂട്ടും. അതുപോലെ കുളിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ഏറ്റവും ശാന്തമായിരിക്കുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ നടക്കുമ്പോഴോ യാത്ര ചെയ്യുമ്പോഴോ വെറുതെ ഇരിക്കുമ്പോൾ മനസ്സിൽ ആവർത്തിക്കാം. ഇതിനെ ഒരു വലിയ കാര്യമാക്കേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുക, അത്രേ ഉള്ളൂ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ രാവിലെ 10 മിനിറ്റ് ഞാൻ സമ്പന്നനാണെന്ന് പറയുന്നു. എന്നാൽ ബാക്കി ദിവസം മുഴുവൻ നിങ്ങൾ മനസ്സിൽ സംസാരിക്കുന്നത് എൻ്റെ കയ്യിൽ പണമില്ല, എനിക്കൊരു കാര്യത്തിനും ഭാഗ്യമില്ല, ഞാനൊരു പാവപ്പെട്ട ആളാണ് എന്ന രീതിയിലാണെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങൾ രാവിലെ പറഞ്ഞ ആ കാര്യത്തെ ഈ നെഗറ്റീവ് ചിന്തകൾ പൂർണ്ണമായും ഇല്ലാതാക്കും. ഒരു കൈ കൊണ്ട് കൊടുക്കുകയും മറ്റേ കൈ കൊണ്ട് തിരിച്ചെടുക്കുകയും ചെയ്യുന്നതിന് തുല്യമാണിത്. അതുകൊണ്ട് നിങ്ങളുടെ മനസ്സിലുള്ള സംസാരം നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിന് അനുസൃതമായിരിക്കണം. നിങ്ങളൊരു പാവപ്പെട്ട വ്യക്തിയെ പോലെ ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നതിന് പകരം ഒരു സമ്പന്നനെ പോലെ, സന്തോഷവാനെ പോലെ ചിന്തിക്കാൻ തുടങ്ങുക. മനസ്സുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിക്കഴിഞ്ഞു എന്ന് വിശ്വസിക്കുക. അപ്പോൾ കൂട്ടുകാരെ, ഈ വീഡിയോ നിങ്ങൾക്ക് സഹായമായി എന്ന് വിചാരിക്കുന്നു. കാര്യങ്ങൾ ഞാൻ വളരെ സിമ്പിളായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഓരോരുത്തരും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷിച്ച് നോക്കണം. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്